ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മനുഷ്യകുലത്തെ വീണ്ടെടുക്കാനായി വന്ന ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിന്റെ മഹിമയുള്ള നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. ഇസ്ലാമിൽ നിന്ന് കത്തോലിക്ക മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കിയുടെ വീഡിയോ ക്ലിപ്പുകൾ പല റോമൻ കത്തോലിക്കരും എനിക്ക് അയച്ചു തന്നിട്ട് ഈ പറയുന്നത് സത്യമാണോ, സത്യമല്ലെങ്കിൽ ഇതിനൊരു മറുപടി കൊടുക്കാമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് 7-8 കൊല്ലത്തിന് മുകളിലായി. ഞാൻ മനഃപൂർവ്വം മറുപടി വീഡിയോകളൊന്നും ചെയ്യാതിരുന്നതാണ്. റോമൻ കത്തോലിക്ക മത നേതൃത്വമാണ് മാരിയോ ജോസഫിനെ തിരുത്തേണ്ടത്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞാണ് ഞാൻ ആ ക്ലിപ്പുകൾക്ക് മറുപടി പറയാതെ അവഗണിച്ചു വിട്ടത്. ഈ സുലൈമാൻ തുർക്കിയും ഞാനും 5-8 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് താമസിക്കുന്നത്. എന്നെപ്പറ്റി സുലൈമാൻ തുർക്കി പലരോടും മോശമായി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എനിക്കറിയാം. കേട്ട ആളുകൾ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്, എന്തുകൊണ്ടാണ് മാരിയോ ബ്രദറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അതിനൊരു വിശദീകരണം പോലും ഇതുവരെ ഞാൻ കൊടുക്കാൻ നിന്നിട്ടില്ല, അവഗണിച്ചു വിട്ടിട്ടേ ഉള്ളൂ. വ്യക്തിപരമായി എനിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അത് അവഗണിക്കുക എന്നുള്ളതാണ് എൻ്റെ ശീലം. ഈ സുലൈമാൻ തുർക്കിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ആദ്യമായി പോസ്റ്റ് ചെയ്തത് എപ്പോഴാണെന്ന് പോലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സുലൈമാൻ തുർക്കിയുടെ സ്വന്തം സ്ഥാപനമായ ഫിലോക്കാലിയുടെ ധ്യാനം കൂടുന്നതിന് 1000 രൂപ ചാർജ് വാങ്ങുന്നതിന്റെ വിശദീകരണമായി മറ്റ് ധ്യാന കേന്ദ്രങ്ങളെല്ലാം ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആണ് എന്ന് പരിഹസിച്ചുകൊണ്ട് സുലൈമാൻ തുർക്കിയും ഭാര്യയും കൂടി ഒരു വീഡിയോ ഇറക്കിയിരുന്നു. എതിർപ്പുകൾ രൂക്ഷമായതോടെ കത്തോലിക്ക മത നേതൃത്വം ഇടപെട്ടതിന്റെ ഫലമായി സുലൈമാൻ തുർക്കി ആ വീഡിയോ പിൻവലിച്ചിരുന്നു. എങ്കിലും ആ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. അല്ല ചേട്ടാ, അവര് ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ്? ഇപ്പൊ കേരളത്തില് ഏകദേശം 175ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട് ക്രിസ്തീയതയില്. അപ്പോ ആ ധ്യാന കേന്ദ്രങ്ങളെല്ലാം മിക്കയിടത്തും 300 രൂപ അല്ലെങ്കിൽ 500 രൂപയാണ് ഫീസ്. അപ്പോൾ അവർ ചോദിക്കുന്ന ന്യായമായ ചോദ്യമാണ്. അപ്പൊ അതെന്തുകൊണ്ട് അവർ അവിടെ അങ്ങനെ ചെയ്യുന്നു? ഈ പറഞ്ഞ ധ്യാന കേന്ദ്രങ്ങളെല്ലാം ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും ധ്യാന കേന്ദ്രം. എന്നിട്ട് ഇവര് ധ്യാനത്തിന് വരുമ്പോ ഫീസ് 300 ആയിരിക്കാം, ചിലപ്പോൾ 500 ആയിരിക്കാം. പക്ഷേ ധ്യാനത്തിന്റെ ഇടയിൽ സ്തോത്ര കാഴ്ച വാങ്ങും. സ്തോത്ര കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പിരിവാണ്, അത് സദക്ക അല്ലെങ്കിൽ ഒരു ചാരിറ്റി പിരിവാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ആ ധ്യാന കേന്ദ്രത്തിൽ പല കാരണങ്ങൾ പറയാം. ഞങ്ങൾക്ക് വൃദ്ധമന്ദിരമുണ്ട്, ഞങ്ങൾക്ക് അനാഥരെ പോറ്റുന്നുണ്ട്, ഫ്രീ ആയി ധ്യാനിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത്ര ചെലവുണ്ട്, ഇത്ര ചെലവുണ്ടെന്ന് പറഞ്ഞത് വാങ്ങും. നമ്മളിപ്പം നടത്തിയ ഒരൊറ്റ ബാച്ചിലും ഞങ്ങൾ ഈ സ്തോത്ര കാഴ്ചയോ അല്ലെങ്കിൽ പിരിവോ എടുത്തിട്ടില്ല. മാത്രമല്ല, ഈ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസവും എനിക്കില്ല. ഞങ്ങൾക്കില്ല. ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അതായത് ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി എന്നിട്ട് അത് പകുതി ചെലവാക്കി പകുതി പലയിടത്തും പോയി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആഗ്രഹമൊന്നുമില്ല. നമുക്ക് ഇത്രേ ഉള്ളൂ. ഈ ഫിലോക്കാലിയ മനുഷ്യന് കുറെ ബോധ്യങ്ങൾ നൽകുന്ന ഒരു ധ്യാനമാണ്. അതിന് അവർ വരുന്ന ആൾക്ക് താമസിക്കാനും കഴിക്കാനുള്ളതാണ്, അല്ലാതെ ഞങ്ങൾ ഇതിൽ നിന്നൊന്നും ഉണ്ടാക്കുന്നില്ല. തെറ്റിദ്ധരിക്കല്ലേ മനുഷ്യന്മാരെ. പ്രൊജക്ടുകളും ഇതിനകത്ത് ഒരുങ്ങിയിട്ടുണ്ട്. അയ്യോ, ധ്യാനം എന്ന പേര് കൊണ്ട് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അവിടെ വന്ന് കൈ ഉയർത്തി ഓടി ചാടി ബഹളം വെച്ച് സ്തുതിപ്പൊക്കെയാണ്, പാട്ടൊക്കെ. അങ്ങനെയൊന്നും ഇതിലില്ല കേട്ടോ. ആവശ്യത്തിന് സ്തുതിപ്പുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വെറുതെ അങ്ങനെ ഒരു ബഹളമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ബോധ്യതലത്തിൽ വിശ്വാസം എന്താണെന്ന്, പ്രത്യേകിച്ച് നമ്മളുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ചൊരു വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യാനുള്ള ഒരു അറിവാണ്, ബോധ്യമാണ്. കോഴിക്കോടുള്ള ബാബു ജോസ് എന്ന ഒരു കത്തോലിക്കനായ വ്യക്തി ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം അതിനെതിരായിട്ട് എഴുതുകയും ചെയ്തു. ആ വീഡിയോ ഇട്ടിട്ട് കുറെ കാര്യങ്ങൾ ചോദ്യരൂപേണ എഴുതിയിടുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനെതിരെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഈ സുലൈമാൻ തുർക്കിയുടെ ഭാര്യ ഒരു പരാതി കൊടുക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി കോഴിക്കോട് നിന്ന് ബാബു ജോസ് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാമെന്ന് കരുതി ഞാനും ഷിജുമോൻ ബ്രദറും കൂടി രാവിലെ തന്നെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരുന്നു. ഉച്ചവരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷന് പുറത്ത് കാത്തു നിന്നു. ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, വേറെയും കുറെ ആളുകളും, അധികവും കത്തോലിക്കരായിരിക്കുന്ന ആളുകൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. ഏതാണ്ട് ഒരു 10-30ഓളം പേരുണ്ടായിരുന്നു.
ആ സമയത്താണ് സുലൈമാൻ തുർക്കിക്ക് കൊരട്ടി പോലീസ് സ്റ്റേഷനിലുള്ള സ്വാധീനം ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഏതായാലും ബാബു ജോസിനെ കൊണ്ട് കൊരട്ടി പോലീസ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാൻ കുറെ ശ്രമിച്ചു. അതെനിക്ക് മാന്യമായ ഒരു പരിപാടിയായി തോന്നിയില്ല. ബാക്കിയുള്ള ധ്യാന കേന്ദ്രക്കാരെയൊക്കെ സുലൈമാൻ തുർക്കിക്ക് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് വിളിച്ച് പരിഹസിക്കാം. പക്ഷെ ആ പരിഹാസത്തിന് ആരെങ്കിലും മറുപടി ഇട്ടാൽ ഭാര്യയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് പോലീസിനെ ഉപയോഗിച്ച് ആ മറുപടി ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് മാന്യന്മാർക്ക് ചേർന്ന പണിയല്ലല്ലോ. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എനിക്കെതിരെ കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. സുലൈമാൻ തുർക്കിക്കെതിരെ ഞാൻ ഇട്ട ആദ്യത്തെ വീഡിയോ അതാണ്. എതിരെ എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം തന്നെ ഇട്ട വീഡിയോ ആണ്. അതാണ് ഞാൻ പിന്നെയും ഇട്ടത്. അപ്പോൾ പോലീസ് കേസ് നേരിടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷെ എന്താണെന്നറിയില്ല, സുലൈമാൻ തുർക്കിയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ എനിക്കെതിരെ കേസൊന്നും കൊടുത്തില്ല. ഇതിലൊരു ഐറണി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസം എനിക്കില്ല എന്ന് സുലൈമാൻ തുർക്കിയും അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ സുലൈമാനെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾക്കില്ല എന്ന് സുലൈമാൻ തുർക്കിയുടെ ഭാര്യയും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആ ഭാഗം മാത്രം കേട്ടു നോക്കാം. മാത്രമല്ല, ഈ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കണം എന്നൊരു വിശ്വാസവും എനിക്കില്ല. ഞങ്ങൾക്കില്ല. ചാരി എന്താ പറഞ്ഞ? ചാരി ഈറ്റബിൾ ട്രസ്റ്റ്. അതായത് ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി എന്നിട്ട് അത് പകുതി ചെലവാക്കി പകുതി പലയിടത്തും പോയി ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആഗ്രഹമൊന്നുമില്ല. ഒരു കാലത്ത് മറ്റുള്ള ധ്യാന കേന്ദ്രക്കാരെ എല്ലാം ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്നും പറഞ്ഞ് പരിഹസിച്ചിരുന്ന ഇതേ സുലൈമാൻ തുർക്കിയുടെ സ്വന്തം സ്ഥാപനമായ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഇപ്പോ ഒരു ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആണെന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഐറണി. അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, കാശ് കൊടുക്കാൻ പറയുന്ന സംഭവമുണ്ട്. സംഭാവനയൊക്കെ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൊണേറ്റ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിലോക്കാലിയ ചാരി ഈറ്റബിളിന് വേണ്ടി പണം പിരിക്കാൻ 2 ബാങ്ക് അക്കൗണ്ടുകൾ കൊടുത്തിട്ടുള്ളത് കാണാം. ഒന്ന് ഫെഡറൽ ബാങ്ക് പോട്ട ബ്രാഞ്ചിലും മറ്റൊന്ന് SBI മുരിങ്ങൂർ ബ്രാഞ്ചിലും. ആ 2 ബാങ്ക് അക്കൗണ്ടുകളും ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണ് ഉള്ളത്. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ തന്നെ. സുലൈമാനോടും ഭാര്യയോടും എനിക്ക് ചോദിക്കാനുള്ളത്, പഴയ ബോധ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറെ കാശ് വരുത്തി അതിൽ പകുതി ചിലവാക്കി പകുതി പലയിടത്തും പോകുന്നതിൽ ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരിക്കും എന്നാരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? സുലൈമാൻ തുർക്കി ഫിലോക്കാലിയ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയതോടെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന എല്ലാ മതസ്ഥരിൽ നിന്നും എന്തെങ്കിലും സംഭാവനകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ധ്യാനത്തിനൊക്കെയാണ് വിളിക്കുന്നെങ്കിൽ, ധ്യാനഗുരുവായിട്ട് ധ്യാനത്തിനാണ് വിളിക്കുന്നതെങ്കിൽ കത്തോലിക്കരെ മാത്രമേ വിളിക്കുകയുള്ളൂ, വേറെ പുറമേ നിന്ന് ആരും വിളിക്കുകയില്ല. പക്ഷെ ഒരു ചാരി ഈറ്റബിൾ ട്രസ്റ്റ്, അദ്ദേഹത്തിന്റെ ഭാഷയാണ്, എന്റെ ഭാഷയല്ല, ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് സംഭാവന വാങ്ങുമ്പോൾ അത് കത്തോലിക്കര് മാത്രമല്ല പല ആൾക്കാരിൽ നിന്ന് കിട്ടും. ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും പിന്നെ ചിലപ്പോൾ നിരീശ്വരവാദികളിൽ നിന്നും ഇനി കത്തോലിക്കരല്ലാത്തവരും അങ്ങനെ പല ആൾക്കാരിൽ നിന്ന് കിട്ടും. ചാരിറ്റിക്ക് വേണ്ടി പണം മുടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പല ആൾക്കാരിൽ നിന്ന് പണം കിട്ടും. അതിനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഈ അങ്ങുമുണ്ട് ഇങ്ങുമുണ്ട് വെന്ത ചോറിൽ കൂറുമുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോ സുലൈമാൻ തുർക്കിയുടെ അവസ്ഥ. ഞാനിങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് വീഡിയോ തന്നെ ഇടാം, കണ്ടും കേട്ടും നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. ഷാലോം അലൈഹിം, അസ്സലാമു അലൈക്കും, ഓം ശാന്തി. നിങ്ങൾക്ക് സമാധാനം. അസ്സലാമു അലൈക്കും, ഓം ശാന്തി, ഷാലോം അലൈഹിം. മനസ്സിലായല്ലോ. എല്ലാ വിഭാഗക്കാരിൽ നിന്നും ചാരി ഈറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് സംഭാവന കിട്ടാൻ വേണ്ടിയാണ് അസ്സലാമു അലൈക്കും, ഓം ശാന്തി, ഓം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായ? എല്ലാ കൂട്ടരെയും സുഖിപ്പിച്ചു നിർത്തുക, അതാണ് ലക്ഷ്യം. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കാത്തിടത്തോളം കാലം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും
ഇവർ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, മറ്റാളുകൾ, കത്തോലിക്കരിൽ തന്നെയുള്ള ആളുകൾ, അവരൊന്നും പണം ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി പണി കാണിച്ചതായി ഇതുവരെ എൻ്റെ അറിവിലില്ല. ആ കൂട്ടരാരും ഇതുപോലെ അസ്സലാമു അലൈക്കും എന്നോ ഓം ശാന്തി ഓം ശാന്തി ഓം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് സുലൈമാൻ തുർക്കിക്കെതിരെ ഈ വീഡിയോ ഇടുന്നതെന്നുള്ള കാരണം ആദ്യമേ പറയാം. ഈ സുലൈമാൻ തുർക്കിയുടെ ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തുന്ന ധ്യാനങ്ങളിലെല്ലാം ഇസ്ലാമിനെയും ഖുറാനെയും മുഹമ്മദിനെയും ഒക്കെ പൊക്കിയടിക്കുന്നത് സ്ഥിര സംഭവമാണ്. ഈ ദിവസങ്ങളിലായി അങ്ങനെയുള്ള ധാരാളം ക്ലിപ്പുകൾ പല കത്തോലിക്കരും ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഇട്ട് തരാറുണ്ട്. നിങ്ങളെല്ലാം കൂടി ഞങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. പക്ഷേ ഈ മാരിയോ ജോസഫ് ഇസ്ലാമിനെ വെള്ളപൂശിക്കൊണ്ട് ആളുകളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് മാരിയോ പറയുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യണമെന്നാണ് ക്ലിപ്പുകൾ അയച്ചു തരുന്ന ആളുകളെല്ലാം, എല്ലാവരും കത്തോലിക്കരാണ്, ഇവരെല്ലാം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. വാക്കുകൾക്ക് വ്യത്യാസം കാണും, പക്ഷെ ആശയം ഇത് തന്നെയാണ്. അച്ചാണി ഇല്ലാതെ തേര് മുച്ചാണ് ഓടില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? കത്തോലിക്ക മതത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്ര പരസ്യമായും ധൈര്യമായും സുലൈമാൻ തുർക്കി ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കത്തോലിക്ക മത നേതൃത്വത്തിന്റെ പിന്തുണ സുലൈമാൻ തുർക്കിക്കുണ്ട്. അങ്ങനെ ഒരു പിന്തുണയില്ലാതെ കത്തോലിക്കരുടെ വേദികളിൽ ഇസ്ലാമിനെ പൊക്കി പറയാൻ സുലൈമാൻ തുർക്കി ധൈര്യപ്പെടില്ല. കത്തോലിക്കരെ കുറിച്ച് അവരുടെ നേതൃത്വത്തിനില്ലാത്ത വിഷമം എനിക്കെന്തിനാണ്? ഇടം കൊടുത്താൽ മഠം പിടുങ്ങുന്നവരാണ് ജിഹാദികൾ എന്നറിയാത്തവരല്ലല്ലോ ഈ മതനേതൃത്വം. കത്തോലിക്കർക്ക് ദോഷം വരുന്ന കാര്യത്തിനെ കത്തോലിക്ക നേതൃത്വം തടയട്ടെ, എനിക്കതിൽ എന്ത് കാര്യം? എനിക്കതിലെന്താ റോളുള്ളത്? ഒരു റോളും ഇല്ല. ഇസ്ലാമിന്റെ ഭീഷണിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൽ കത്തോലിക്കരുമായി കുറച്ചു കാലം സഹകരിച്ചതിനുള്ള കൂലി എനിക്ക് സോഷ്യൽ മീഡിയയിലെ കത്തോലിക്കരിൽ നിന്ന് തന്നെ കഴിഞ്ഞ 2 കൊല്ലത്തിലധികമായി കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ജിഹാദികളിൽ നിന്നോ സംഘികളിൽ നിന്നോ നാസ്തികരിൽ നിന്നോ പോലും ഉണ്ടാകാത്ത തിക്താനുഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ കത്തോലിക്കരിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളതും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ അങ്ങനെ ഒരവസ്ഥയിൽ കത്തോലിക്കരെ ബോധവൽക്കരിക്കാൻ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഒരു കല്ലിൽ തട്ടി ഒരു വട്ടം വീണാ പോരെ, എന്തിനാണ് പിന്നെയും അതേ കല്ലിൽ തട്ടി വീണ്ടും വീഴാൻ നിൽക്കുന്നത്? എനിക്കതിന് താല്പര്യമില്ല. അതുകൊണ്ട് ഓരോരുത്തർ അയച്ചു തരുന്ന വീഡിയോ ക്ലിപ്പുകൾ ഞാൻ പ്ലേ ചെയ്ത് കാണുമെന്നല്ലാതെ കൂടുതലൊന്നും ആ വിഷയത്തിൽ ചെയ്യാനുള്ള ഒരു മാനസിക പ്രേരണ എനിക്കുണ്ടായിരുന്നില്ല. സുലൈമാൻ തുർക്കിയുടെ വ്യാജ പ്രബോധനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള അജീഷ് ബ്രദറിന്റെ വീഡിയോയുടെ കീഴെ ഒരു കത്തോലിക്കനിട്ട കമന്റ് ഇങ്ങനെയാണ്: കത്തോലിക്ക സഭയെ പെന്തികൾ രക്ഷിക്കാൻ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന്. വേപ്പിൻ ഗുരുവിന് സാക്ഷി കാഞ്ഞിരക്കുരു എന്ന് പറഞ്ഞതുപോലെ സുലൈമാൻ തുർക്കിക്ക് വേണ്ടി വാദിക്കാൻ നടക്കുന്ന കത്തോലിക്കർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വെറുതെ എന്തിനാണ് അവന്മാരുടെ തെറി കേൾക്കാൻ നിൽക്കുന്നതെന്ന് തോന്നിയത് കൊണ്ടും കൂടിയാണ് സുലൈമാൻ തുർക്കിക്ക് മറുപടി പറയാൻ ഞാനില്ല എന്ന് പറഞ്ഞ് മാറിയത്. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസിക സ്ഥിതി ഇതായിരുന്നില്ല. ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ പല സഹോദരന്മാരും സുലൈമാൻ തുർക്കിക്ക് മറുപടി കൊടുക്കണം എന്ന അഭിപ്രായക്കാരായിരുന്നു, പ്രത്യേകിച്ച് അജീഷ് ബ്രദറൊക്കെ. കാരണം ലവ് ജിഹാദിൽപ്പെട്ട ധാരാളം ഇരകളെ ആ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ് അജീഷ് ബ്രദർ. അതിനുവേണ്ടി രാത്രിയെന്നും പകലെന്നും ഇല്ലാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുറെ വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ് അജീഷ് ബ്രദർ. ലവ് ജിഹാദിന്റെ ഇരകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കത്തോലിക്ക സ്ത്രീകളുമാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയായിരിക്കണം അജീഷ് ബ്രദർ അങ്ങനെ ഒരു നിലപാടെടുത്തത്. കാരണം കുറെ പേരെയൊക്കെ അതിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ സുലൈമാൻ തുർക്കിയുടെ ഒക്കെ ഇപ്പോഴത്തെ ഈ പരിപാടി കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇനി ആളുകൾ പോവുകയുള്ളൂ. ഇസ്ലാമാണ് വലിയ സംഭവം എന്നുള്ള നിലയിൽ പുള്ളി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടിട്ട് പലരും അത് ശരിയാണെന്നുള്ളതല്ല അങ്ങോട്ടേക്ക് പോവുകയുള്ളൂ. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് അജീഷ് ബ്രദർ അങ്ങനെ ഒരു നിലപാടെടുത്തത്. എന്നാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളവും കണ്ടാൽ പേടിക്കും എന്നല്ലേ ചൊല്ല്. പൂച്ചയേക്കാൾ ബുദ്ധി എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഈ മാനത്തുകൂടി പോകുന്ന മാറാപ്പിന് ഏണി വെച്ച് മുതുക് കാട്ടേണ്ടതില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനില്ല, നിങ്ങൾ ആരെങ്കിലും മറുപടി കൊടുക്കുന്നെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അപ്പൊ അജീഷ് ബ്രദർ പറഞ്ഞു മാരിയയ്ക്കുള്ള മറുപടി അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതനുസരിച്ച് അജീഷ് ബ്രദർ സുലൈമാൻ തുർക്കിയുടെ ഒരു വീഡിയോ ക്ലിപ്പിന് മറുപടി ഇടുകയുണ്ടായി. മാരിയോ ജോസഫും നിക്കാഹും ഭാഗം 1 എന്ന പേരിൽ ആ വീഡിയോ അജീഷ് ബ്രദറിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കേട്ടു നോക്കാവുന്നതാണ്. അജീഷ് ബ്രദർ മറുപടി പറഞ്ഞ സുലൈമാൻ തുർക്കിയുടെ ആ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഇത് മറുപടി അർഹിക്കുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം.
മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഇസ്ലാം മതമാണ് ഈ കാര്യം പറയുന്നത്. ഒന്ന്, സംരക്ഷണം, സമാധാനം. അതായത് വിവാഹം കഴിച്ചവന് സംരക്ഷണം ഉണ്ടാവുന്ന പറയുന്നത്. കൂടുതൽ കിളിയായിരിക്കും. അവനെവിടെങ്കിലും തളർന്നാൽ നോക്കാൻ ഒരാള്, അവനെവിടെങ്കിലും കുടുങ്ങുമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ ഒരാള്, അത് സത്യമല്ലേ? ഒരു സംരക്ഷക കൂടെ ഉണ്ടെന്നുള്ളത്. 2, സുരക്ഷിതമായ ദാമ്പത്യം, സെക്സ്. വിവാഹം കഴിക്കാത്ത ആൾക്ക് സെക്സ് ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ സുരക്ഷ ഉണ്ടാവില്ല. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, രോഗങ്ങള്, അപകടങ്ങൾ ഒരുപാടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മതത്തിലും സെലിബസി ഉണ്ട്. എന്ന് പറഞ്ഞാൽ സന്യാസിമാരുണ്ട്, സന്യാസിനികളുണ്ട് എല്ലാ മതത്തിലും. ഇസ്ലാമിൽ മാത്രം ആ ഒരു സാധനം ഇല്ല. ലോകത്തിലുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാം, കന്യാസ്ത്രീമാരെ കാണാം, സ്വാമിമാരെ കാണാം, സ്വാമിനിമാരെ കാണാം. ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സ് കൊടുത്താ സൃഷ്ടിച്ചത്. ഏതിനാ സെക്സ് ഇല്ലാത്ത? ആ പൂവിന് സെക്സ് ഉണ്ട്, പരാഗണം നടക്കണം. അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിനെതിരെ നിൽക്കുന്നത് പ്രകൃതിക്കെതിരെ നിൽക്കുന്നവനാണെന്നും പ്രകൃതിക്കെതിരെ നിൽക്കുന്നവൻ പ്രകൃതിയുടെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കെട്ടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഇസ്ലാം അവനെ എതിർക്കുന്നില്ല, അവനെ കാഫിറാന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സെക്സ് ചെയ്യാതെ ജീവിച്ച സ്വർഗത്തിൽ പോകുമെന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല. ചുരുക്കം. 3, സേഫ് ചിൽഡ്രൻ. അതായത് വിവാഹം കഴിച്ചാൽ ഈ കൊച്ചുങ്ങളെ നോക്കാൻ ഒരു അപ്പനും അമ്മയും ഉണ്ടാവും. വിവാഹം കഴിക്കാതെ കണ്ടെടുത്തെല്ലാം മക്കളെ ഉണ്ടാക്കി നോക്കിയാൽ മക്കൾക്ക് സുരക്ഷിതമില്ലാത്ത പോയില്ലേ? ഒരു സൊസൈറ്റി തകർന്നു പോകില്ലേ? അപ്പൊ ഈ 3 കാരണം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്. കേട്ടല്ലോ, മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് ഉള്ളത്. ഇസ്ലാം മതമാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഈ അതിപ്രധാന കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ചതെന്നാണ് ധ്യാനഗുരു സുലൈമാൻ തുർക്കി പറയുന്നത്. ഇതിനേക്കുള്ള മറുപടി വിശദമായി തന്നെ അജീഷ് ബ്രദർ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. വിവാഹം കഴിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ സുരക്ഷയുണ്ടാകുമെന്ന് ഇസ്ലാം മതം പഠിപ്പിച്ചു എന്ന സുലൈമാൻ തുർക്കിയുടെ ആദ്യത്തെ പോയിന്റ് മാത്രം ഒന്ന് ചെറുതായി വിശകലനം ചെയ്യാം. വിവാഹ ജീവിതത്തിന് യാതൊരു സുരക്ഷയുമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. അതിന്റെ കാരണം ബഹുഭാര്യാത്വം കൽപ്പിക്കുകയും ഏകഭാര്യാത്വം അനുവദിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളതാണ്. സൂറ 4:3 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തു കൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക. നിങ്ങൾ അതിരുവിട്ടു പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. സൂറ 4:3. ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് കണ്ടോ? 2, 3, 4 പേരെ വിവാഹം ചെയ്തു കൊള്ളുക എന്നാണ്. എന്ന് വെച്ചാൽ ബഹുഭാര്യത്വമാണ് ഖുർആൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്നത്. ഇത്രയധികം ഭാര്യമാരെ പോറ്റാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആദ്യത്തെ ഭാര്യയിൽ തന്നെ ഒതുങ്ങി കൂടിക്കോ എന്നാണ് ഖുർആന്റെ പഠിപ്പിക്കല്. ലോകത്ത് ബഹുഭാര്യാത്വം അനുവദിച്ചിട്ടുള്ള മതങ്ങളിൽ ഇസ്ലാം മതം ഒഴികെ ബാക്കിയുള്ളവയിൽ എല്ലാം തന്നെ ഏകഭാര്യാത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിവൃത്തിയില്ലെങ്കിൽ മാത്രം ബഹുഭാര്യാത്വം അനുവദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്ലാം മതത്തിൽ മാത്രം ബഹുഭാര്യാത്വം നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏകഭാര്യാത്വം അനുഷ്ഠിച്ചാൽ മതി എന്നാണ് കൽപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വിവാഹ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു മതത്തിൽ എന്ത് വിവാഹ സുരക്ഷയുണ്ടെന്നാണ് സുലൈമാൻ തുർക്കി പറയുന്നത്? എനിക്ക് കണ്ണൂർ, കാസർഗോഡ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലായി ധാരാളം മുസ്ലിം സ്നേഹിതന്മാരുണ്ട്. ഇതിൽ കണ്ണൂരും ലക്ഷദ്വീപിലുമുള്ള മുസ്ലിം സ്നേഹിതരുടെ ഭവനങ്ങളിൽ പലവട്ടം പോയി താമസിച്ചിട്ടുള്ളതിനാൽ അവരുടെ കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും എനിക്ക് നല്ല അടുപ്പവും ഉണ്ട്. അവിടെയുള്ള വിവിധ പ്രായക്കാരായ സ്ത്രീജനങ്ങളുമായി സംസാരിച്ചിട്ടുള്ളതിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഒരു മുസ്ലിം സ്ത്രീ തന്റെ ജീവിതകാലം മുഴുവൻ ഒരുതരം അരക്ഷിത ബോധത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അവരാരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. അതായത് കുട്ടിക്കാലത്ത് ബാപ്പ തങ്ങളെ ഉപേക്ഷിച്ച് വേറെ നിക്കാഹ് കഴിക്കുമോ എന്ന ഭയമായിരിക്കും അവർക്കുണ്ടാവുക. ഇനി യൗവനത്തിലായി അവർ വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സപത്നിയായി വേറെ ഒരുവളെ കൊണ്ടുവരികയോ ചെയ്യും എന്നുള്ളൊരു ഭയമാണുള്ളത്. ഇനി അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് വന്നെന്ന് വെച്ചോ, വാർദ്ധക്യമാകുമ്പോൾ തന്റെ പെൺമക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം. കാരണം ഖുർആൻ അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്, തലാക്ക് ചൊല്ലാനുള്ളത്, വേറെ കെട്ടാനുള്ളത്. മനസ്സിലായോ? 2, 3, 4 പേരെ കെട്ടിക്കൊള്ളുക, ഈ 4 പേരെയും മൊഴി ചൊല്ലാനുള്ള അനുവാദം ഖുർആൻ കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അത് മൊഴി ചൊല്ലി കഴിഞ്ഞിട്ട് വേറെ 4 പേരെ കെട്ടാം, അവരെ മൊഴി ചൊല്ലിയിട്ട് വേറെ 4 പേര്, അങ്ങനെ എത്ര വേണമെങ്കിലും ആകാം. അതുപോലെയുള്ള പരിപാടിയാണ് ഖുർആൻ കൊടുത്തിരിക്കുന്നത് ഇസ്ലാം മതത്തിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുറമേക്ക് എത്രയൊക്കെ ചിരിച്ചു കളിച്ചാലും മരണം വരെ ഇങ്ങനെ അകമേ സമാധാനമില്ലാത്ത ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഉപബോധ മനസ്സോടെയാണ് ആ പാവങ്ങൾ ജീവിക്കുന്നത്. ഇതിന്റെ കാരണം സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്ന ഖുർആൻ സൂക്തമാണ് താനും. സ്ത്രീകളുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ചവിട്ടി അരയ്ക്കുന്ന വിധം ബഹുഭാര്യ സമ്പ്രദായത്തിന് ഓശാന പാടുന്ന പുസ്തകമാണ് ഖുർആൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബഹുഭാര്യാത്വം കൽപ്പിക്കുകയും ഏകഭാര്യാത്വം അനുവദിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മതത്തിനകത്ത് എന്ത് വിവാഹ സുരക്ഷയാണ് ഉള്ളതെന്ന് സുലൈമാൻ തുർക്കി പറയണം. വലിയ കാര്യത്തിന് പറഞ്ഞല്ലോ ഇസ്ലാമിലെ വിവാഹം സുരക്ഷയാണ് എന്ന്. അത് എന്ത് സുരക്ഷയാണ്? അത് ആർക്കാണ്? ആ പുരുഷന്മാർക്കല്ലേ? സ്ത്രീകൾക്ക് വല്ല സുരക്ഷയോ അതിനകത്തുണ്ടോ? സുലൈമാൻ തുർക്കി മറുപടി പറയണം. സുലൈമാൻ തുർക്കിയുടെ ഈ ക്ലിപ്പിൽ നിക്കാഹിനെ പൊക്കി പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അജീഷ് ബ്രദർ ഇട്ട വീഡിയോയുടെ കീഴിൽ സുലൈമാൻ തുർക്കി ഇട്ട കമന്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണമായത്. ആ കമന്റ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇത് ഒരു അജീഷ് കെ ജോസഫ് ആണ്. അയാൾ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു, അതും എൻ്റെ കുടുംബത്തിന് എതിരെ. അപ്പോൾ ഞാൻ അയാളുടെ ഭാര്യയെ കുറിച്ച് തേടി, പക്ഷെ ഗൂഗിൾ ഒരു അറിവും തന്നില്ല. നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ ഇയാളുടെ കുടുംബത്തെക്കുറിച്ച്? ഇയാളുടെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം ബാക്കി പറയാം. ഇതാണ് സുലൈമാൻ തുർക്കി ഇട്ട കമന്റ്. അജീഷ് ബ്രദർ തന്റെ വീഡിയോയുടെ ലിങ്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ പോസ്റ്റിൽ സുലൈമാൻ തുർക്കി വന്ന് ചോദിച്ചത് ഇങ്ങനെയാണ്: ഇയാൾക്ക് കുടുംബം ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? അപ്പൊ എനിക്ക് കുടുംബം ഉണ്ട് എന്ന് അജീഷ് ബ്രദർ അതിന്റെ താഴെ വന്ന് മറുപടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സുലൈമാൻ തുർക്കി ഇട്ടത് ഒരു സ്ക്രീൻഷോട്ടാണ്. ആ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. സുലൈമാൻ തുർക്കി ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാനത് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. വൈഫ് ഓഫ് അജീഷ് കെ ജോസഫിൻ MA LA എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മാളയായിരിക്കും അദ്ദേഹത്തിന്റെ വിചാരം. അജീഷ് ബ്രദർ മാളയിലാണ് താമസിക്കുന്നതെന്നായിരിക്കും, അതുകൊണ്ടായിരിക്കണം. ഏതായാലും അങ്ങനെയാണ് അദ്ദേഹം ഗൂഗിൾ ചെയ്തിരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട് കണ്ടപ്പോഴാണ് ഇതിനെതിരായിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ വന്നത്. അജീഷ് ബ്രദറിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, സുലൈമാൻ തുർക്കിയുടെ കുടുംബത്തെക്കുറിച്ച് യാതൊരു അക്ഷരം പോലും അജീഷ് ബ്രദർ പറഞ്ഞിട്ടില്ല. എന്റെ കുടുംബത്തിനെതിരെ അജീഷ് കെ ജോസഫ് വീഡിയോ ഇട്ടു എന്ന് സുലൈമാൻ തുർക്കി പറഞ്ഞത് തക്കിയയാണ്, പച്ചക്കള്ളം. മാത്രമല്ല അതൊരു ഇരവാദവും കൂടിയാണ്. അജീഷ് ബ്രദറിന്റെ വീഡിയോ കാണാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാനും തനിക്ക് അനുകൂലമായി അവരുടെ മനസ്സിൽ ഒരു സഹതാപ ചിന്ത ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള സുലൈമാന്റെ ഇരവാദക്കരച്ചിലാണത്. ഈ കള്ളം പറച്ചിലും ഇരവാദക്കരച്ചിലും മലയാളി ജിഹാദികളുടെ സ്ഥിരം പരിപാടിയാണ്. മനസ്സിലായി? അവരുടെ സ്ഥിരം പരിപാടിയായത്. അത് മാത്രമല്ല, ഇസ്ലാമിലെ വിവാഹം മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കിയ സുലൈമാൻ തുർക്കിയുടെ വ്യാജ അവകാശവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അജീഷ് ബ്രദർ വീഡിയോ ചെയ്തപ്പോൾ അതിനെതിരെ മറുപടി ഒന്നും പറയാനില്ലാത്ത സുലൈമാൻ തുർക്കി എന്താണ് ചെയ്തതെന്ന് കണ്ടോ? അജീഷ് ബ്രദറിന്റെ ഭാര്യയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അക്കാര്യം കമന്റിൽ പറയുക മാത്രമല്ല, അജീഷ് ബ്രദറിന്റെ ഭാര്യയെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ജിഹാദികളുടെ സ്ഥിരം അടവുകളാണ്. ഫേസ്ബുക്കിൽ വന്ന ആദ്യകാലം മുതലേ ഞാനിത് കാണുന്നതാണ്. അന്ന് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വിവാഹിതരായ ആളുകൾ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും വിമർശനം നടത്തിയാൽ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കുടുംബ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭാര്യയുടെയും പെൺമക്കളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അയാൾ ഇടുന്ന പോസ്റ്റുകളുടെയോ അല്ലെങ്കിൽ കമന്റുകളുടെയോ ഒക്കെ കീഴിൽ ഒട്ടിച്ചു വെച്ച് അയാളെ മാനസികമായി തകർക്കുന്ന പരിപാടി ജിഹാദികൾ ചെയ്യുന്നത് ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരോടും ഈ തന്ത്രം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുലൈമാൻ തുർക്കിയുടെ ഈ കമന്റ് കണ്ടപ്പോൾ ഇത് ജിഹാദി തരമാണ്, ഇതിനൊരു മറുപടി പറയാതെ വിടാൻ പാടില്ല എന്ന ചിന്തയുണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ബാബു ജോസ് എന്ന കത്തോലിക്ക സുഹൃത്ത് സുലൈമാൻ തുർക്കിയുടെ കള്ളത്തരങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ ആ പോസ്റ്റിലും വന്ന് സുലൈമാൻ തുർക്കി ഇട്ട കമന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ബാബു ജോസിനെ കൊണ്ട് വേഷം കെട്ടിക്കുന്നവരായ അൽമായരും വൈദികരും താമസിയാതെ ചില പാഠങ്ങൾ പഠിക്കും. കാത്തിരുന്ന് കാണുക, അപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞു, സൈബർ നുണകൾ പറയില്ല. ആ ത്രെഡില് ബാബു ജോസ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സാധാരണ മരിയോക്കെതിരെ ആരോപണം വരുമ്പോൾ ഇന്റർനാഷണൽ കാൾ ഭീഷണികൾ ചെല്ലാറുണ്ട്.
അങ്ങനെ ഭീഷണി കിട്ടിയ പുരോഹിതരും ആത്മായരും അറിയിച്ചിട്ടുണ്ട്. മാരിയോയുടെ ക്രിസ്തീയ പ്രബോധനത്തിലെ കെണികൾ ക്രിസ്ത്യാനികളും പുരോഹിതർ പോലും ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് ജിഹാദികൾക്ക് പൊള്ളേണ്ട ആവശ്യം? എന്തിനാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് ബാബു ജോസ് ചോദിക്കുന്നത്. ഇത് പല കത്തോലിക്കരും പണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാരിയോക്കെതിരെയുള്ള പോസ്റ്റിൽ ഞാനൊരു കമന്റ് ഇട്ടതേ ഉള്ളൂ ബ്രദറെ, അപ്പോഴേക്ക് എനിക്കൊരു കോള് വന്നു. ഇന്റർനാഷണൽ നമ്പറിൽ നിന്നാണ് വിളി വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് നേരിടാൻ തയ്യാറായിക്കോ എന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരാളുടെ അനുഭവമല്ല, പല ആളുകളുടെ അനുഭവമാണ്. കത്തോലിക്കരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സുലൈമാൻ തുർക്കിക്കെതിരെ സംസാരിച്ചിരുന്ന പല കത്തോലിക്ക പുരോഹിതന്മാരും ഇപ്പോൾ സുലൈമാനെതിരെ ഒരക്ഷരം മിണ്ടാറില്ല എന്നുകൂടി അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ഞാനിപ്പോ ഈ വീഡിയോ തയ്യാറാക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ചില കത്തോലിക്ക സ്നേഹിതന്മാരോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ അവര് പറഞ്ഞു ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അച്ഛന്മാരാരും ഇപ്പോ ഈ മാരിയോക്കെതിരെ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഫേസ്ബുക്കിൽ പരസ്യമായിട്ടാണ് സുലൈമാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അൽമായരെയും വൈദികരെയും ചില പാഠങ്ങൾ പഠിപ്പിക്കുമെന്ന്. കത്തോലിക്ക മതത്തിലെ ഒരു ധ്യാനഗുരുവാണ് വൈദികരെ അടക്കം ഇങ്ങനെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നതെന്ന് ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അച്ചാണിയില്ലാത്ത തേര് മുച്ചാണ് പോലും ഓടില്ല. കത്തോലിക്ക മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തിലെ പുരോഹിതന്മാരെ പോലും ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കാനുള്ള ധൈര്യം സുലൈമാൻ തുർക്കിക്ക് എവിടുന്ന് കിട്ടിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എവിടുന്ന് കിട്ടിയതാ? കണ്ടകശനിയുടെ വരവാണെങ്കിലും വരവല്ലേ, ചെലവല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന നേതൃത്വം സുലൈമാനെ പിന്തുണയ്ക്കാനുള്ള കാലത്തോളം ഇത്തരം ഭീഷണികൾ കത്തോലിക്കർക്ക് ഇനിയും കേൾക്കാം. ഇതെന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, എന്നാലും ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. സുലൈമാൻ തുർക്കി ഇപ്പോഴും ഇസ്ലാമിനെയും മുഹമ്മദിനെയും വെള്ളപൂശിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളിടും. കത്തോലിക്ക മതത്തിൽ നിന്നും ജിഹാദികൾക്ക് എളുപ്പം ആളുകളെ പിടിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുകയാണ് സുലൈമാൻ തുർക്കി ചെയ്യുന്നത്. ഇഷ്ടംപോലെ വീഡിയോ ക്ലിപ്പുകളുണ്ട്, പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ ഒരു ക്ലിപ്പ് മാത്രം കേൾപ്പിക്കാം. ലോകത്തിൽ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു മതമാണ് മുസ്ലിം മതം. പ്രവാചകൻ മുഹമ്മദ് നബിയും അല്ലാഹു സുബ്ഹാനഹു തആലയും ഒത്തിരി സ്ഥലങ്ങളിൽ ഖുർആനിലും ഹദീസും ഖുദ്സിയായ ഹദീസുകളിലും ചരിത്രങ്ങളിലും പറയുന്നുണ്ട് ജോലിയുടെ മഹത്വത്തെക്കുറിച്ചും ഒരുവൻ ജോലി ചെയ്യേണ്ടതെങ്ങനെ, സമ്പാദിക്കേണ്ടതെങ്ങനെ, ചെലവഴിക്കേണ്ടതെങ്ങനെയെന്ന്. സുലൈമാൻ തുർക്കിക്ക് ഇപ്പോഴും മുഹമ്മദ് പ്രവാചകനാണ്, അല്ലെങ്കിൽ നബിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഈ സുബ്ഹാനഹു തആല എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളവനും അത്യുന്നതനും എന്നാണ് അർത്ഥം. അല്ലാഹുവിനോട് വിനയവും നന്ദിയും പ്രകടിപ്പിക്കാനും അല്ലാഹുവിന്റെ അനന്തമായ ശക്തിയും ജ്ഞാനവും തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ആദരിക്കാനും മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന പദപ്രയോഗം കൂടിയാണിത്. ഈ അല്ലാഹുവിന്റെ അനന്തമായ ശക്തിയും ജ്ഞാനവും എന്നൊക്കെ ഞാൻ പറഞ്ഞത് അല്ലാഹുവിന് ശക്തി ഉണ്ടെന്നോ ജ്ഞാനം ഉണ്ടെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല. മുസ്ലിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയുടെ പുറത്ത് അവർ അല്ലാഹുവിനെ ആദരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. അല്ലാഹു ഇപ്പോഴും സുലൈമാനെ സംബന്ധിച്ച് സുബ്ഹാനഹു തആലയാണെങ്കിൽ, അഥവാ ഏറ്റവും മഹത്വമുള്ളവനും അത്യുന്നതനുമാണെങ്കിൽ എന്തിനാണ് സുലൈമാനെ അങ്ങനെയുള്ള അല്ലാഹുവിനെ ഉപേക്ഷിച്ച് കത്തോലിക്ക മതത്തിലേക്ക് വന്നത്? എന്തായാലും ആത്മീയ കാരണങ്ങൾ കൊണ്ടല്ല എന്നുറപ്പാണ്. കാരണം ആത്മീയമായ കാരണം കൊണ്ടാണ് സുലൈമാൻ തുർക്കി കത്തോലിക്ക മതത്തിലേക്ക് വന്നതെങ്കിൽ ഉപേക്ഷിച്ചു പോകുന്ന മതത്തിലെ ദൈവസങ്കല്പത്തിനെ ഒരിക്കലും ഏറ്റവും മഹത്വമുള്ളവനും അത്യുന്നതനും എന്ന് വിളിക്കുകയില്ല. ആ പദവിയും സ്ഥാനവും താൻ ഇപ്പോൾ ആരാധിക്കുന്ന ദൈവത്തിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് ആത്മീയമല്ല, സ്പിരിച്വാലിറ്റി അല്ല, വേറെ എന്ത് കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്? ഇപ്പൊ കേട്ട ക്ലിപ്പിൽ നിങ്ങൾ സുലൈമാൻ തുർക്കിയുടെ തക്കിയ കണ്ടോ? ലോകത്തിൽ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്ന മതമാണ് മുസ്ലിം മതം എന്നാണ് സുലൈമാൻ തുർക്കി പറയുന്നത്. അല്ലാഹുവും മുഹമ്മദും ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട് അത്രേ ജോലിയുടെ മഹത്വത്തെക്കുറിച്ചും ജോലി ചെയ്യേണ്ടത് എങ്ങനെയെന്നും സമ്പാദിക്കേണ്ടത് എങ്ങനെയെന്നും ചെലവഴിക്കേണ്ടത് എങ്ങനെയെന്നും. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ലാത്ത കത്തോലിക്കരെ പറ്റിക്കാൻ ഈ തക്കയെ കൊണ്ട് കഴിയും. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരുടെ അടുക്കൽ ഇതൊന്നും പോരാ സുലൈമാനെ. കൃഷിപ്പണി ഏറ്റവും മോശം കാര്യമാണെന്ന് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ്. അധ്വാനം വളരെയധികം വേണ്ട ഒന്നാണല്ലോ, ശാരീരിക അധ്വാനം വളരെയധികം വേണ്ട ഒന്നാണല്ലോ ഈ കൃഷിപ്പണി. ആ കൃഷിപ്പണി ഏറ്റവും മോശം കാര്യമാണെന്ന് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ്. ഹദീസ് തരാം. അബു ഉമാമ പറയുന്നു, കലപ്പയോ മറ്റു വല്ല കൃഷിയായുധമോ കണ്ടപ്പോൾ ഇത് ഒരു ജനതയുടെ വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ അല്ലാഹു നിന്ദ്യതയെ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്ന്
തിരുമേനി അരുളിയത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 1036. ഇത് CN അഹമ്മദ് മൗലവിയുടെ തർജ്ജമയാണ്. കൃഷിയായുധങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ അള്ളാഹു നിന്ദ്യതയെ പ്രവേശിപ്പിക്കാതിരിക്കില്ല എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. ഇത് വിശ്വസിക്കുന്ന ഏതെങ്കിലും മുസൽമാൻ ജീവിതത്തിൽ കൃഷി ചെയ്യാൻ തയ്യാറാകുമോ? കൃഷി ചെയ്യാൻ തയ്യാറാവോ? ഇല്ല. ഇന്നത്തെ കാലമല്ലെന്ന് ഓർക്കണം. ഇന്ന് കൃഷി ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ വേറെ എന്തെങ്കിലും പണിയെടുത്ത് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. എന്നാൽ മുഹമ്മദിന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ എന്ന് ഓർക്കണം. അന്നത്തെ മനുഷ്യരുടെ മുഖ്യ ജീവനോപാധി കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു. മരുഭൂമിയിൽ കന്നുകാലി വളർത്തൽ പ്രാക്ടിക്കൽ അല്ല, ആ പരിപാടിയില്ല. പിന്നെ ഇപ്പം എന്താണുള്ളത്? മരുപ്പച്ചകളുള്ള ഇടങ്ങളിലെയും അതുപോലെ ഈന്തപ്പനത്തോട്ടങ്ങളിലെയൊക്കെ കൃഷികളായിരുന്നു അവരുടെ ജീവനോപാധി. ആ കൃഷിയാണ് മുഹമ്മദ് നിന്ദ്യമായ ഒന്നായിട്ട് പഠിപ്പിച്ചത്. ഏതായാലും ഇതോടുകൂടി അറേബ്യയിലെ മുസ്ലിങ്ങൾ കൃഷി ഉപേക്ഷിച്ചു. കൃഷി ഉപേക്ഷിച്ചാൽ പിന്നെ എന്തെങ്കിലും വേണ്ടേ? വരുമാനം വേണ്ടേ? അവരുടെ വരുമാന മാർഗം എന്തായിരുന്നു എന്നറിയണ്ടേ? അത് സൂറ 48 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ വരുമാന മാർഗം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിക്കാം. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്തിരുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും അങ്ങനെ അവർക്ക് മനസമാധാനം ഇറക്കിക്കൊടുക്കുകയും ആസന്നമായ വിജയം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു. അവർക്ക് പിടിച്ചെടുക്കുവാൻ ധാരാളം സമരാർജിത സ്വത്തുക്കളും അവൻ നൽകി. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്ന ധാരാളം സമരാർജിത സ്വത്തുക്കൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്നാൽ ഇത്, അതായത് ഖൈബറിലെ സമരാർജിത സ്വത്ത്, അവൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ തന്നിരിക്കുകയാണ്. സൂറ 48 18 മുതൽ 20 വരെയുള്ള ആയത്തുകൾ. ഈ സമരാർജിത സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ജിഹാദ് നടത്തിയിട്ട് അമുസ്ലിങ്ങളെ കൊള്ളയടിച്ച് കിട്ടുന്ന സ്വത്തുക്കളെയാണ് സമരാർജിത സ്വത്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം മതം രൂപം കൊള്ളുന്നതിന് മുമ്പേ അറേബ്യയിൽ കൃഷി ചെയ്തും മറ്റും അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരോട് മുഹമ്മദ് പറയുകയാണ്, കൃഷി നിന്ദ്യമായ ജോലിയാണ്, കൃഷിയായുധങ്ങളുള്ള വീടിന് അള്ളാഹു നിന്ദ്യത വരുത്തുമെന്ന്. എങ്കിൽ പിന്നെ എന്താണ് നല്ല ജോലി എന്ന് ചോദിച്ചവരോട് അള്ളാഹു പറയുകയാണ്, അമുസ്ലിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്വത്തുക്കളുണ്ടല്ലോ, അത് നിങ്ങൾ കൊള്ളയടിച്ചോ, അത് കൊള്ളയടിക്കാൻ ഞാൻ നിങ്ങൾക്കിതാ അനുവദിച്ചു തന്നിരിക്കുന്നു, അത് നല്ല ജോലിയാണെന്ന്. അന്നത്തെ കാലത്തുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളോടും കൂടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരു ഹദീസിൽ നിന്ന് നമുക്കത് വ്യക്തമാകും. സ്വഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1196. CN അഹമ്മദ് മൗലവിയുടെ തർജ്ജമ. ഉർവത്തുൽ ഭാരിക്ക് പറയുന്നു, തിരുമേനി അരുളി, കുതിരയുടെ നെറുകയിൽ ലോകാവസാനം വരെ നന്മ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്തിട്ട് ലഭിക്കുന്ന പുണ്യവും യുദ്ധത്തിൽ കൈവരുന്ന ധനവുമാണ് ആ നന്മ. സ്വഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1196. മുസ്ലിങ്ങൾ ജിഹാദിനു വേണ്ടി അറേബ്യൻ മരുഭൂമിയിൽ ഉപയോഗിച്ചിരുന്ന വാഹന മൃഗങ്ങളായിരുന്നു ഒട്ടകവും കുതിരയും. എന്നാൽ ലോകാവസാനം വരെ നന്മയുള്ളത് ഒട്ടകത്തിന്റെ നെറുകയിലാണെന്നല്ല മുഹമ്മദ് പറഞ്ഞത്, കുതിരയുടെ നെറുകയിൽ ആണെന്നാണ്. വ്യത്യാസം എന്താണെന്ന് പിടികിട്ടിയോ? ഒട്ടകത്തിനെ മരുഭൂമിയിൽ മാത്രമേ അവർ യുദ്ധത്തിന് ഉപയോഗിക്കുകയുള്ളൂ. എന്നാൽ കുതിരയെ അങ്ങനെയല്ല. മരുഭൂമിയിലും മരുഭൂമിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലും ജിഹാദ് നടത്താൻ കുതിരയെ ഉപയോഗിച്ചിരുന്നു. ഒട്ടകത്തിന്റെ നെറുകയിൽ ലോകാവസാനം വരെ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മരുഭൂമിയിൽ മാത്രമേ ജിഹാദ് നടത്തുകയുള്ളൂ. കാരണം മരുഭൂമിയിലെ വാഹനമാണല്ലോ ഒട്ടകം. പക്ഷെ കുതിരയുടെ നെറുകയിൽ ലോകാവസാനം വരെ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ കുതിരയെ ഓടിച്ചു ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളിലേക്കെല്ലാം മുസ്ലിങ്ങൾ ജിഹാദിനായി പോവുകയും അവിടങ്ങളിലുള്ള അമുസ്ലിങ്ങളെയൊക്കെ കൊള്ളയടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മുഹമ്മദ് ഒട്ടകത്തിന്റെ പേര് പറയാതെ കുതിരയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. ജിഹാദ് നടത്തി മറ്റുള്ളവരുടെ അധ്വാന ഫലം കൊള്ളയടിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മുഹമ്മദ് തന്നെ മുസ്ലിങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഈ ഹദീസ് ഞാൻ ഇതിനു മുമ്പ് പലവട്ടം വായിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഉമർ പറയുന്നു, തിരുമേനി ബനു നളീർ ഗോത്രക്കാരുടെ പക്കൽ നിന്ന് ഗനീമത്തായി പിടിച്ചെടുത്ത തോട്ടം, അതിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും തന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കിവെക്കുകയും പതിവായിരുന്നു. സ്വഹീഹ് ബുഖാരി അധ്യായം 68 ഹദീസ് നമ്പർ 1137. അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, ബനു നളീർ എന്ന് പറയുന്ന യഹൂദ ഗോത്രക്കാര്, അവിടെ ഉണ്ടായിരുന്ന മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദ ഗോത്രക്കാര്,
അവരുടെ ആ തോട്ടം പിടിച്ചെടുത്തു. എന്നിട്ട് ഇവരെയൊക്കെ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്തു, നാട് കടത്തി. സകല എണ്ണത്തിനെയും നാട് കടത്തി, യഹൂദന്മാരെയൊക്കെ നാട് കടത്തി. എന്നിട്ട് ഇതെല്ലാം പിടിച്ചെടുത്ത് മുഹമ്മദ് ഒറ്റയ്ക്കാണ് അത് അനുഭവിക്കുന്നത്. അതിന് ന്യായമൊക്കെ പറയുന്നുണ്ട്. ഇതിനുവേണ്ടി നിങ്ങൾ കുതിരകളെ ഓടിച്ചില്ലല്ലോ എന്നൊക്കെ. അതായത് അവർ കീഴടങ്ങുകയായിരുന്നു, ബനൂ നളീർ ഗോത്രക്കാർ കീഴടങ്ങിക്കൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പൊ പറയാണ്, ഇതിനു വേണ്ടി നിങ്ങൾ കുതിരയൊന്നും ഓടിച്ചില്ലല്ലോ എന്നൊക്കെ അള്ളാഹു ന്യായം പറയാണ്. കുതിരയെ ഓടിച്ചിട്ടില്ല, നിങ്ങൾ രക്തം ചിന്തിയിട്ടില്ല, ഒന്നും ചെയ്തില്ല, സൗജന്യമായിട്ട് കിട്ടിയതല്ലേ, അത് മുഴുവനും നബിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് മൊത്തം മുഹമ്മദിന് കൊടുത്തു. അപ്പൊ മുഹമ്മദ് അത് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ നിന്നുള്ള വരുമാനം ആ തോട്ടത്തിൽ നിന്ന്, മറ്റൊരു നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയെടുത്ത ഈന്തപ്പന തോട്ടമാണ് കേട്ടോ, അതിൽ നിന്ന് വരുന്ന ആ ഈന്തപ്പനകളെല്ലാം വിറ്റ് കിട്ടുന്ന കാശ് മുഹമ്മദിന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കി വെക്കുന്നത് പതിവായിരുന്നു. വേറെ ഹദീസിലേക്ക് വരുമ്പോൾ വീട്ടാവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന തുക ജിഹാദിന് വേണ്ടി ആയുധങ്ങളും കുതിരകളും ഒക്കെ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെ പണിയെടുക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവന്റെ അധ്വാന ഫലം കവർന്നെടുക്കുന്നത് എന്നുള്ള കാര്യം മുഹമ്മദ് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജിഹാദിന് വേണ്ടിയുള്ള മുഹമ്മദിന്റെ കുപ്രസിദ്ധമായ ഒരു ആഹ്വാനമുണ്ട്. അതിലും അന്യന്റെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള കാര്യം പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 34. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. പിന്നീട് അതിന്റെ അവകാശം മാത്രമേ, വിശ്വാസത്തിന്റെ അവകാശം മാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ. അവരുടെ രഹസ്യകാര്യങ്ങളുടെ വിചാരണ അള്ളാഹുവിന്റെ മേലാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 34. അള്ളാഹുവിലും മുഹമ്മദിലും ഖുറാനിലും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നത് വരെ, അഥവാ അമുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളാകുന്നത് വരെ അന്യമതസ്ഥരോട് യുദ്ധം ചെയ്യാനാണ് മുഹമ്മദിന് കൽപ്പന കിട്ടിയിരിക്കുന്നത്. ഒരു സമൂഹം മുസ്ലിങ്ങളാകുന്നില്ലെങ്കിൽ അവരെ കൊല്ലാം, അവരുടെ ധനം പിടിച്ചെടുക്കാം. മനസ്സിലായോ? ധനം. ഈ കൽപ്പന ഒരു കാലത്ത് ലോകത്തിലെ മുസ്ലിങ്ങളെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് പോകുന്നുണ്ട്. എല്ലാ മുസ്ലിങ്ങളും 100% മുസ്ലിങ്ങളും എന്ന് തന്നെ പറയാം. അതൊക്കെ നമ്മൾ ഇസ്ലാമിക ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കണം. അൽ തബരിയുടെ ഇസ്ലാമിക ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാം. അന്നത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസം ഭൂമിയിലുള്ള എല്ലാ ഖജനാവുകളും കൊള്ളയടിക്കാനുള്ള അനുവാദം അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നായിരുന്നു. അവരുടെ ഈ വിശ്വാസത്തിന് ആധാരമായിരുന്നത് മുഹമ്മദ് കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു സ്വപ്നമാണ്. ഹദീസ് ഞാൻ വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോടുകൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. അപ്രകാരം തന്നെ ശത്രുഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെ കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകമായി തീർന്നിട്ടുമുണ്ട്. ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഖജാനകളുടെ എല്ലാം താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു. അബൂ ഹുറൈറ തുടർന്ന് പറയുകയാണ്, തിരുമേനി പൊയ്ക്കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഖജാനകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹീഹ് ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1241. CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷ. ഖുറാനിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഉന്നത തത്വങ്ങൾ ഇതൊക്കെയാണ് ട്ടാ. മറ്റുള്ളവർ അധ്വാനിച്ച് സമ്പാദിച്ചു വെച്ചതെല്ലാം മുസ്ലിങ്ങൾക്ക് വാരിയെടുത്തു കൊള്ളാമെന്നുള്ളതാണ് അതിന്റെ ഉന്നത തത്വം. മുഹമ്മദിന്റെ കാലത്ത് മാത്രമല്ല, മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ടും മുസ്ലിങ്ങൾ കൊള്ളയടി തുടർന്നിരുന്നു. ഇസ്ലാമിക സൈന്യം ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും പോയി അവിടെയുള്ള ആളുകളെ കൊന്നും കൊള്ളയടിച്ചും പിടിച്ചെടുത്ത സ്വത്തുക്കൾ മുഴുവൻ മദീനയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഇസ്ലാമിക ഭരണപ്രദേശങ്ങളിലുള്ള ധിമ്മികളിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന ജിസിയ, ഈ ജിസിയയും മദീനയിലേക്കാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് തിരുമേനി പൊയ്ക്കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഖജാനകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അബൂ ഹുറൈറ പറയുന്നത്. മുഹമ്മദ് പോയി, ചത്തുപോയി. പക്ഷെ എന്നാലും കൊള്ളയടി അവസാനിച്ചിട്ടില്ല. കൊള്ളയടി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു അബൂ ഹുറൈറയുടെ കാലത്തും. അതുകൊണ്ടാണ് അബൂ ഹുറൈറ അങ്ങനെ പറയുന്നത്. ഇസ്ലാം എന്ന പൈശാചിക മതം രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള കാലത്ത് ഹിജാസിന്റെ മണ്ണിൽ മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് അള്ളാഹുവും മുഹമ്മദും കൂടി ഊണിലും ഉറക്കത്തിലും മറ്റുള്ളവരെ കൊള്ളയടിക്കണം എന്ന വിചാരവുമായി നടക്കുന്ന വെറും കൊള്ളക്കാരാക്കി മാറ്റിയത്, മരുഭൂമി കൊള്ളക്കാരാക്കി മാറ്റിയത് എന്നോർക്കണം. അങ്ങനെയുള്ള ഇസ്ലാം മതത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും മുഹമ്മദിനെ കുറിച്ചുമാണ് സുലൈമാൻ തുർക്കി പറയുന്നത്, ലോകത്തിൽ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്ന മതമാണ് മുസ്ലിം മതം എന്ന്. ഉളുപ്പുണ്ടോ സുലൈമാനെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ചോദിക്കാതെ തന്നെ എനിക്കറിയാം ഉളുപ്പ് എന്ന് പറയുന്നത് സുലൈമാൻ തുർക്കിയുടെ 7 അയലത്ത് കൂടി പോയിട്ടില്ല എന്ന്. ഇത്രയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സുലൈമാൻ തുർക്കിയോട് എനിക്ക് പറയാനുള്ളത്,
ജിഹാദി തരം കയ്യിൽ വെച്ചാൽ മതി എന്നാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ഫിലോക്കാലിയ ധ്യാനങ്ങളിൽ പുറത്തെടുത്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാക്കയ്ക്ക് ഇരിക്കാൻ ഇടം കൊടുത്താൽ കാലാന്തരത്തിൽ കേടുപറ്റും എന്നറിയാത്ത മന്ദബുദ്ധികളാണ് ഇപ്പോൾ കത്തോലിക്ക മത നേതൃത്വത്തിലുള്ളത്. ആ നേതൃത്വത്തിലില്ലാത്ത വിഷമം എനിക്ക് കത്തോലിക്കരെ കുറിച്ച് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവിടെ നിങ്ങൾ എന്തു വേണമെങ്കിലും കാണിച്ചോ, ഞാൻ ആ ഭാഗത്തേക്കേ വരാനില്ല. പക്ഷേ എന്റെ സഹോദരന്മാരുടെ നേരെ ജിഹാദിത്തരം കാണിക്കാൻ നിന്നാൽ ഞാൻ ഇടപെടും. കാരണം ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണ് എന്ന ബോധ്യം എനിക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കാവൽക്കാരനാണ് എൻ്റെ സഹോദരൻ എന്നുള്ള ബോധ്യം സഹോദരന്മാർക്കും ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും പരസ്പരം ആ ഒരു ബോധ്യമുണ്ട്. അജീഷ് ബ്രദറിന്റെ ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഗൂഗിൾ ചെയ്ത് നടക്കുന്നതിന് പകരം അജീഷ് ബ്രദർ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയായി ഒരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ അജീഷ് ബ്രദറുമായി ഒരു സംവാദം നടത്താൻ തയ്യാറാവുകയോ ചെയ്യുക എന്നതാണ് സുലൈമാൻ തുർക്കിക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഏറ്റവും മാന്യമായ കാര്യം. സംവാദത്തിന് സുലൈമാൻ തുർക്കി തയ്യാറാണെങ്കിൽ പറയൂ, അജീഷ് ബ്രദറിനെ ഞാൻ കൊണ്ടുവരാം. ഈ വിഷയത്തില് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറയുന്ന സംഗതി ക്രിസ്ത്യൻ വിവാഹത്തെ, ക്രിസ്ത്യാനിറ്റിയിൽ നടക്കുന്ന വിവാഹം എന്ന് പറയുന്ന ആ സ്ഥാപനം ഉണ്ടല്ലോ, ആ സംവിധാനം അതിനേക്കാൾ മെച്ചമാണ് എന്നാണല്ലോ സുലൈമാൻ തുർക്കിയുടെ വാദം. അതുകൊണ്ടാണല്ലോ അതിനെ അങ്ങനെ പൊക്കിയടിക്കുന്നത്. അത് ഒരു മെച്ചമുള്ള സംഗതിയല്ല. ക്രിസ്ത്യാനിറ്റിയിലെ വിവാഹത്തിന് തുല്യമായിട്ട് അത്രയും മെച്ചമുള്ള ഒരു വിവാഹം ലോകത്തിൽ ഒരു സംസ്കാരത്തിലും ഒരു മതത്തിലും കാണുകയില്ല എന്ന് അജീഷ് ബ്രദർ തെളിയിക്കും. എനിക്ക് ഉറപ്പുണ്ട്. അജീഷ് ബ്രദറിനെ ഞാൻ കൊണ്ടുവരാം സംവാദത്തിന്. താങ്കൾ തയ്യാറാണെങ്കിൽ പറയൂ, ഞാൻ കൊണ്ടുവരാം. ഇനി സംവാദം നടത്താൻ താല്പര്യമില്ലെങ്കിൽ താങ്കളൊരു കാര്യം ചെയ്യൂ, താങ്കളുടെ പേജിൽ, ഫേസ്ബുക്ക് പേജിൽ മറുപടി വീഡിയോ ഇടൂ. അത് ചെയ്യൂ. അതൊക്കെ ചെയ്യേണ്ടതിന് പകരം ഭീഷണിയുടെ സ്വരം ഉയർത്തിയാൽ, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചിടാൻ നോക്കിയാൽ, ഇനി മുതൽ അജീഷ് ബ്രദർ മാത്രമല്ല അനിൽകുമാർ അയ്യപ്പനും സുലൈമാൻ തുർക്കിക്കെതിരെ വീഡിയോകളുമായി വരും. ഈ ചാകാൻ കിടക്കുന്നവൻ ശനിയെ പേടിക്കുമോ എന്ന് ഞങ്ങളുടെ നാട്ടിൽ കാരണവന്മാര് ചോദിക്കും. ഒരുപക്ഷെ സുലൈമാൻ തുർക്കിയോ അത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം സുലൈമാനും ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെയല്ലേ താമസം. അപ്പൊ ഈ പഴഞ്ചൊല്ലി കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നേരം മണ്ണിന് മുകളിൽ കാണുകയില്ലായിരുന്നു എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജീവിതം എന്നെ സംബന്ധിച്ച് ബോണസാണ്, എക്സ്ട്രാ കിട്ടിയിരിക്കുന്ന സംഗതി. ആ മനോഭാവത്തിലാണ് ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത്. അതുകൊണ്ട് പോലീസ് കേസോ അതല്ല ഇന്റർനാഷണൽ നമ്പറിൽ നിന്ന് വരുന്ന ജിഹാദികളുടെ ഫോൺ കോളോ എന്നെ ഭയപ്പെടുത്താൻ മതിയായതല്ല. മനസ്സിലായോ? എന്നെ മാത്രമല്ല, ഞങ്ങളുടെ ടീമിലുള്ള ആർക്കും അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. അതുകൊണ്ട് കത്തോലിക്ക പുരോഹിതന്മാർക്കെതിരെയും അൽമായർക്കെതിരെയും ഉയർത്തുന്ന ഭീഷണിയുടെ ആ സ്വരം എന്റെ സഹോദരന്മാർക്ക് നേരെ ഉയർത്താതിരിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കുക കേട്ടാ. ഈ കാതിലുറച്ച തടിയോട് വെള്ളം കൊണ്ട് തടിച്ച കൊമ്പ് ഉരുമാൻ ചെന്നാൽ കേട് കൊമ്പിന് തന്നെ ഉണ്ടാകുകയുള്ളൂ എന്ന് ഇനിയെങ്കിലും സുലൈമാൻ തുർക്കി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അജീഷ് ബ്രദറിന്റെ കുടുംബത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും അന്വേഷിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അജീഷ് ബ്രദർ പറഞ്ഞ കാര്യങ്ങൾക്ക് മാന്യമായി മറുപടി പറയാൻ നോക്കുന്നതാണ് നല്ലത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ സുലൈമാൻ തുർക്കിയെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇപ്പോഴത്തെ രീതിയിൽ തന്നെ ഭീഷണിയും മറ്റുമായി മുന്നോട്ട് പോകാനാണ് സുലൈമാൻ പദ്ധതി ഇടുന്നതെങ്കിൽ ശരിക്കും സമയമെടുത്ത് റിസർച്ച് നടത്തി ഞാൻ വീഡിയോകൾ ഇറക്കും. ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ട് എൻ്റെ ഭാര്യ വീട് മേലൂരാണ്, ഞാൻ താമസിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ്. അപ്പം നാട്ടുകാരനായതുകൊണ്ട് പല കാര്യങ്ങളും എനിക്കറിയാം, പല കാര്യങ്ങളും ഞാൻ കേൾക്കുന്നതാണ് പല ആൾക്കാരിൽ നിന്നുമായിട്ട്. അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും താങ്കൾക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കിഴക്കൻ വെള്ളം ഇളകി വരുമ്പോൾ ചിറ കെട്ടിയിട്ട് കാര്യമില്ലെന്ന് ചാലക്കുടി പുഴയുടെ തീരത്ത് ഓഫീസ് വിട്ടിരിക്കുന്ന താങ്കൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. താങ്കൾക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.